ഇടതു സർക്കാരിന് പ്രിയപ്പെട്ട ADGP MR അജിത് കുമാറിനെ പോലീസ് സേനയിൽ നിന്ന് മാറ്റി എക്സൈസ് കമ്മീഷണറായി നിയമിച്ച വാർത്ത കേട്ടപ്പോൾ ഓർമ്മ വന്നത് പഴയ ഒരു സംഭവമാണ്. മനോരമയുടെ പ്രധാന എഡിറ്റർമാരിൽ ഒരാളായിരുന്ന മരങ്ങോലി, VM മരങ്ങോലി, അദ്ദേഹത്തിന് തുടക്കകാലത്ത് സ്വന്തമായൊരു പത്രം ഉണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രം, വിപ്ലവം എന്നായിരുന്നു പത്രത്തിൻ്റെ പേരെന്നാണ് ഓർമ്മ. അപ്പോൾ ആ പത്രത്തിൽ ഒരു സബ് എഡിറ്റർ ആയി ഒരു യുവാവിനെ എടുക്കണമെന്ന ശുപാർശ കത്ത് മനോരമയിലെ ഒരു എഡിറ്റർ നൽകി. ആ കത്തുമായി യുവാവ് എഡിറ്ററെ കണ്ടു, മരങ്ങോലിയെ കണ്ടു. അപ്പോൾ മരങ്ങോലി കത്തൊക്കെ വായിച്ചു നോക്കിയ ശേഷം യുവാവിനോട് പറഞ്ഞു, കൊള്ളാം, വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നോക്കി സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയതിന് ശേഷം പറഞ്ഞു, ഇപ്പോൾ താനൊരു കാര്യം ചെയ്യും, ഡെസ്കിലിരിക്കൂ. ഡെസ്ക് എന്ന് പറയുമ്പോൾ സബ് എഡിറ്റർ മുതൽ പ്രധാനപ്പെട്ട എഡിറ്റർമാരെല്ലാം ഇരിക്കുന്ന പത്രം നിർമ്മിക്കുന്ന ഡെസ്കിലിരിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ യുവാവിന് സന്തോഷമായി. കാരണം സബ് എഡിറ്ററായി നിയമനം കിട്ടിയ സന്തോഷിച്ച് നിൽക്കുമ്പോൾ പറഞ്ഞു, വേക്കൻസി വരുമ്പോൾ ഞാൻ ഇയാളെ നമ്മുടെ പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റാം. കാരണം അവിടെ വേക്കൻസി ഇപ്പോൾ ഇല്ല. അപ്പോൾ പാക്കിങ്ങിൽ വേക്കൻസി വരുമ്പോൾ ഞാൻ അങ്ങോട്ട് മാറ്റാം. അതായിരുന്നു മരങ്ങോലിയെ സംബന്ധിച്ചിടത്തോളം പത്രത്തെക്കുറിച്ച്, ഒരു ജേർണലിസ്റ്റിന് കൊടുക്കേണ്ട ജോലിയെക്കുറിച്ച് ഒക്കെ ഉണ്ടായിരുന്ന ധാരണ. അതുപോലെയാണ് ഇപ്പോൾ ഈ അജിത് കുമാറിനെ ശിക്ഷണ നടപടി എന്ന നിലയിൽ സർക്കാർ എക്സൈസ് കമ്മീഷണറാക്കി മാറ്റി എന്ന് പറഞ്ഞ വാർത്ത കേട്ടപ്പോൾ ഈ സംഭവം ഓർമ്മ വന്നത്. കാരണം ശബരിമലയിൽ സന്നിധാനത്തിലേക്ക് ട്രാക്ടറിൽ സഞ്ചരിച്ച നിയമം ലംഘിച്ചതിന് ഹൈക്കോടതി നടപടിയെടുക്കും എന്ന് വന്നപ്പോഴാണ് DGP അന്വേഷണം നടത്തി ഈ ആരോപണം ശരിയാണെന്നും പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് ഇദ്ദേഹം ട്രാക്ടറിൽ സഞ്ചരിച്ചു എന്ന് വിഷ്വൽ സഹിതം പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയത്. അപ്പോൾ ഗവൺമെൻറ്റിനും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കും എല്ലാം DGP ശുപാർശ നൽകുകയും ഹൈക്കോടതി നടപടി എടുക്കാതിരിക്കാൻ ഏറ്റവും ഒടുവിൽ അജിത് കുമാറിൻ്റെ പേരിൽ നടപടി എടുക്കണമെന്നും ശുപാർശ ചെയ്തു. അപ്പോൾ ആണ് അദ്ദേഹത്തെ സേനയിൽ നിന്ന് മാറ്റി എക്സൈസ് കമ്മീഷണറായിരിക്കുന്നത്. ഈ എക്സൈസ് കമ്മീഷണർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് ഈ ബിവറേജസിൻ്റെ വരുമാനവും ലോട്ടറിയിൽ നിന്നുള്ള വരുമാനവുമാണ് സർക്കാരിനെ നിലനിർത്തുന്ന രണ്ട് വലിയ സാമ്പത്തിക സ്രോതസ്സുകൾ. കാരണം ഓരോ വർഷവും ഓരോ ഓണക്കാലത്തും ഓരോ ആഘോഷ സമയത്തും ബിവറേജസിൽ നടക്കുന്ന മദ്യ കച്ചവടം യഥാർത്ഥത്തിൽ മദ്യപാനികൾ താങ്ങി നിർത്തുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് എക്സൈസ് കമ്മീഷണർ. മാത്രവുമല്ല, മദ്യനയം തീരുമാനിക്കുക, മദ്യനയം നടപ്പിലാക്കുക, മദ്യ ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കുക, ജനജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പാണ് എക്സൈസ് വകുപ്പ്. അപ്പോൾ സർക്കാരിന് വലിയ നേട്ടമുണ്ടാക്കുന്ന, വലിയ വരുമാനം നൽകുന്ന വകുപ്പ് മാത്രമല്ല, ജനജീവിതവുമായി നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വകുപ്പ് കൂടിയാണ് ഈ എക്സൈസ് വകുപ്പ്. അപ്പോൾ ആ എക്സൈസ് വകുപ്പിൻ്റെ ചുമതല അദ്ദേഹത്തിന് നൽകുമ്പോൾ ഇത് ഒരു പ്രൊമോഷനാണോ, ഒരു ശിക്ഷണ നടപടിയാണോ, അതല്ല ഈ പത്രാധിപർ മരങ്ങോലി പറഞ്ഞതുപോലെ തൽക്കാലം ഡെസ്കിലിരുത്തി പിന്നീട് വേക്കൻസി വരുമ്പോൾ പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റാനുള്ള മുന്നൊരുക്കമാണോ അറിയില്ല. എന്തായാലും പിണറായി സർക്കാർ ഏത് ഘട്ടത്തിലും ഏത് ആപൽസന്ധിയിലും MR അജിത് കുമാറിനെ കൈവിടില്ല എന്ന് ഏറ്റവും ഒടുവിലും തെളിയിച്ചിരിക്കുകയാണ്.